കരുതുന്നത് മോളിവുഡ് ടൈംസിൽ ഒരു സിനിമ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ കഷ്ടപ്പെടുന്ന ഒരു കഥയാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് വേറൊരു ലെയർ ഉണ്ട്. ഒരു കുട്ടിക്ക് ഡയറക്ടർ ആവണം. എങ്ങനത്തെ ഡയറക്ടർ ആണോ? എം നൈറ്റ് ഷ്യാമളനെ പോലെ ഒരു ഡയറക്ടർ ആവണം. കാരണം എം നൈറ്റ് ഷ്യാമളൻ വെറും ഒരു ഡയറക്ടർ അല്ല, അദ്ദേഹം ഒരു ഒബ്സഷൻ, ആസക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ സിനിമയായ സിക്സ്ത് സെൻസ് മനുഷ്യനെ പേടിപ്പിച്ചില്ല, നമ്മുടെ റിയാലിറ്റിയെ ചോദ്യം ചെയ്യുകയോ ചെയ്തത്. മനോജ് നൈറ്റ് ശ്യാമളുടെ സിനിമയിൽ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ആണ് മനുഷ്യ മനസ്സ്, വിശ്വാസം, ഭയം, കുടുംബം, മറഞ്ഞിരിക്കുന്ന സത്യം. അതാണ് മോളിവുഡ് ടൈംസിലെ നായകനും ആഗ്രഹിക്കുന്നത്. അവന് സിനിമ ചെയ്യണം എന്നല്ല, ആളുകളുടെ തലച്ചോറിൽ കയറിപ്പറ്റണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശ്യാമളന്റെ ഒരു ക്യാരക്ടർ റെഫറൻസ് അല്ല, അവന്റെ ഒരു മൈൻഡ് സെറ്റ് റെഫറൻസ് ആണ്. ശ്യാമളൻ അമേരിക്കയിലെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു, എന്നിട്ടും ഹോളിവുഡ് പോയിട്ട് സിനിമ ചെയ്തു. അതുപോലെ തന്നെയാണ് അഭിനവ് സുന്ദർ നായകും മലയാളത്തിലെ ഒരു ഔട്ട്സൈഡർ മെന്റാലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ്. മുകുന്ദനുണ്ണി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം സെയിം സ്റ്റോറി പറയുന്ന ഒരു ആളേ അല്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ആ സിനിമ 48 ലോസ് ഓഫ് പവർ എന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ട് എടുത്ത് എന്നൊരു ഡൗട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റിൽ വിജയിക്കാൻ എന്ത് വേണിച്ചാലും ചെയ്യും, മോളിവുഡ് ടൈംസിലോ ഓർമ്മിപ്പിക്കപ്പെടാൻ എന്ത് വേണിച്ചാലും ചെയ്യും. ഇവ രണ്ടും ഫെയിം സൈക്കോളജിയാണ്. ടീസർ കാണുമ്പോൾ അവൻ വലിയ ഇന്നസെന്റ് ഡ്രീമറായി തോന്നും. പക്ഷെ അഭിനവ് സുന്ദർ നായക ടീസറിൽ ഒരു ട്രൂത്തും കാണിക്കാറില്ല. ഇതിനു മുമ്പുള്ള സിനിമ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നെസ്ലന്റെ ക്യാരക്ടർ എന്തായാലും ഒരു ഒബ്സഷനിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഹൊറർ ഡയറക്ടേഴ്സിന്റെ കഥകളിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം എനിക്ക് മാസ്റ്റർ പീസ് വേണം. രണ്ടാമത് എനിക്ക് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത് എനിക്ക് എല്ലാവരെയും പേടിപ്പെടുത്തണം. ഇവിടെ അംബീഷനും മാഡ്നെസ്സും തമ്മിലുള്ള വര വളരെ തിന്നാണ്. ഹോളിവുഡ് റിപ്പോർട്ടേഴ്സിന്റെ ഇന്റർവ്യൂവിൽ അഭിനവ് സുന്ദർ നായക് പറഞ്ഞത് ഈ സിനിമയിൽ എന്റെ ജീവിതത്തിന്റെ എലമെന്റ്സ് ഉണ്ടാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മോളിവുഡ് ടൈംസ് ഒരു ഫാന്റസി അല്ല, റിജക്ഷൻ, സർവൈവല്, റെക്കഗ്നിഷൻ ഹങ്കർ, സിനിമ ഒബ്സഷൻ ഇവയുടെയൊക്കെ ഒരു ഇമോഷണൽ വേർഷനും ആയേക്കാം. മോളിവുഡ് ടൈംസിൽ എല്ലാവരും കാണുന്ന ഒരു സിനിമാ പ്രേമിയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ അവന്റെ ഒരു ഐഡന്റിറ്റി അന്വേഷിക്കുന്ന കഥയാണ്. അവന് ഡയറക്ടർ ആകണം കാരണം അവന് സിനിമ ഇഷ്ടമാണ്, അല്ല അവന് ഡയറക്ടർ ആവണം കാരണം അവനൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ അവന് പേടിയാണ്. ഇതാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന്റെ പല ആർട്ടിസ്റ്റിന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഭയം. ഞാൻ മരിച്ചാൽ ആളുകൾ ഓർക്കുമോ? അതാണ് ഫെയിം ഒബ്സഷൻ, അതാണ് ലെഗസി ഒബ്സഷൻ, അതാണ് സിനിമ ഒബ്സഷൻ. ഈ സിനിമ ഒരു സാധാരണ സിനിമയായിരിക്കില്ല, സിനിമയെ ഒരു മതം പോലെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള കഥയായിരിക്കാം. ശ്യാമളൻ റെഫറൻസ് ഒരു ഫാൻ സർവീസ് അല്ല, അതൊരു വാണിംഗ് ആയിരിക്കാം. കാരണം വലിയ ഡയറക്ടേഴ്സ്മാരെ നോക്കിക്കോളൂ, അവരൊരു സിനിമ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്, അവർ വലിയൊരു റിയാലിറ്റി ആയിരിക്കും കാണിച്ചു തരുന്നുണ്ടാവുക. ഹോളിവുഡ് ടൈംസിലെ നെസ്ലൻ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അവൻ അവന്റെ മിത്തോളജിയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവൻ കസേരയിൽ ഇരിക്കുമ്പോൾ വലിയ സുനാമി വരുന്ന ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അവന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ പോകുന്ന ഒരു സിംബോളിക് ഷോട്ടായിരിക്കും. അതാണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.